വെൽക്കം ടു പൈനാപ്പിൾ കിച്ചൺ. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. മിക്കവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കിയാൽ ബാക്കിയാവുന്ന ഒരു ഫുഡാണ് പൊടിയരിക്കഞ്ഞി. അത് വെച്ച് നമുക്കൊരു സൂപ്പർ പലഹാരം ഉണ്ടാക്കി നോക്കാം. അതിനു വേണ്ട സാധനങ്ങൾ: 1.5 കപ്പ് പൊടിയരിക്കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്. തിക്കായിട്ടുള്ള കഞ്ഞിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം കൂടുതലുള്ളതാണെങ്കിൽ 2 കപ്പ് എടുക്കണം. കഞ്ഞിയിൽ ഒരുപാട് ഉപ്പില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ രീതിയിൽ ഉപ്പ് കുഴപ്പമില്ല. 5 ടേബിൾ സ്പൂൺ തേങ്ങ, ഒരു വലിയ പീസ് ശർക്കര, 2 ഏലക്കായ, 2 നുള്ള് നല്ല ജീരകം, 5 അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പകരം കപ്പലണ്ടി ആയാലും ഉപയോഗിക്കാം. ഒരു പാൻ വെച്ച് കൊടുക്കാം. കഞ്ഞി ചേർത്ത് കൊടുക്കാം. കഞ്ഞിയിൽ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ ആദ്യം അത് വറ്റിച്ചെടുക്കണം. ഈ ഒരു തിക്നെസ്സിലുള്ള കഞ്ഞിയാണെങ്കിൽ അധികം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ശർക്കര ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ശർക്കര ഇതിൽ കിടന്ന് ഉരുകി വരണം. ശർക്കര സെപ്പറേറ്റ് ഉരുക്കി ചേർക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ആയാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ച ഏലക്കായ 2ആയി പിളർന്നിട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അടി പിടിക്കും. ശർക്കര ഉരുകി തുടങ്ങിയിട്ടുണ്ട്. വെള്ള ശർക്കര ചേർക്കുകയാണെങ്കിൽ അധികം കളർ ഉണ്ടാവുകയില്ല എന്നുള്ളൂ. ടേസ്റ്റിലൊന്നും മാറ്റം വരികയില്ല. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇപ്പോൾ ശർക്കര എല്ലാം നന്നായി തന്നെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനിങ്ങനെ ഇരുന്ന് തന്നെ വറ്റി വരണം. ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ വേവ് കുറഞ്ഞ കഞ്ഞി എടുക്കരുത്. അപ്പോൾ സെറ്റായി വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും. ചെറിയ രീതിയിൽ വെന്ത കഞ്ഞി വേണം എടുക്കാൻ. ഇനി ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിലാവണം. ഇങ്ങനെ എടുക്കുമ്പോൾ വീഴുന്നൊരു പരുവത്തിലാണ് നമ്മുടെ ഈ മിക്സ് വേണ്ടത്. ഒരുപാട് അങ്ങോട്ട് വരട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് ഓഫാക്കാം. ചൂടോട് കൂടി തന്നെ സെറ്റ് ചെയ്യാൻ വെക്കണം. ഇത് സെറ്റ് ചെയ്യാൻ സ്റ്റീലിൻ്റെ പ്ലേറ്റിലോ ബൗളിലോ ഏതിൽ വേണമെങ്കിലും വെക്കാം. ആദ്യം പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. മുഴുവൻ മിക്സും ചേർത്ത് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒന്ന് മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ചെറുതായൊന്ന് തട്ടി കൊടുക്കാം. ചെറുതായൊന്ന് തണുത്തതിന് ശേഷം 4 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഫ്രീസറിലല്ല, താഴെയാണ് വെക്കേണ്ടത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സൈഡൊന്ന് വിടിച്ചു കൊടുത്തിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തിയെടുക്കാം. നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇഷ്ടമായവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.